അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും മജ്ലിസുൽ ഈമാനിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ മനോഹരമായ സമയങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ദിക്റുകൾ ചൊല്ലേണ്ട, സ്വലാത്തുകൾ ചൊല്ലേണ്ട, ആരാധനകൾ ചെയ്യേണ്ട, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരണേ അല്ലാഹ്, സ്വപ്നങ്ങൾ നിറവേറ്റി തരണേ അല്ലാഹ്. സമ്പത്ത് കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ധാരാളം കടങ്ങളുള്ളവരുണ്ട്, കൊടുത്തു വിട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഉറക്കം നഷ്ടപ്പെട്ടവരാണ്, സമാധാനം നൽകണേ അല്ലാഹ്. കടങ്ങൾ വീട്ടാനുള്ള സമ്പത്ത് ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ദുർബല നിമിഷത്തിൽ വാങ്ങിപ്പോയതാണ്, കൊടുത്തു വിട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. കടക്കാരായി മരിപ്പിക്കല്ല അല്ലാഹ്. നാളെ പാരത്രിക ലോകത്ത് എല്ലാവരും വരുമ്പോ ഞങ്ങളെ കടക്കാരായി അതിൽ ഉൾപ്പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് അസുഖങ്ങളുള്ളവരുണ്ട്, വേദനകളുള്ളവരുണ്ട്. ശിഫാ നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈമാനോടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ചിരുന്നവർ എല്ലാ ആളുകളും, കുറെ ആളുകൾ ഖബറിന്റെ ഉള്ളിലാണ് റഹ്മാനെ. അവരുടെ ഖബറടങ്ങളൊക്കെ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ഖബറുകളെ വിശാലമാക്കണേ അല്ലാഹ്. പാരത്രിക ലോകത്ത് സ്വർഗ്ഗത്തിൽ വെച്ച് അവർക്കും ഞങ്ങൾക്കും കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മുടെ മജ്ലിസ് ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ ആളുകളും ആത്മാർത്ഥതയോടുകൂടെ, ഈമാനോടുകൂടെ ദിക്റുകൾ ചൊല്ലണം, ദുആക്ക് ആമീൻ പറയണം, ആമീൻ എന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കണം. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മജ്ലിസിന്റെ അവസാനം പരിശുദ്ധമായ ഖുർആനിലെ അതിമനോഹരമായ അത്ഭുതങ്ങൾ നിറഞ്ഞ കടങ്ങൾ വീടാനുള്ള ഒരു ആയത്തുണ്ട്. ആ ആയത്തും ചൊല്ലി ദുആ ചെയ്തിട്ടാണ് നമ്മുടെ മജ്ലിസ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് കടങ്ങളുള്ള ആളുകൾ നിർബന്ധമായും അവസാനം വരെ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ ഈമാൻ ഏറ്റി നൽകണേ അല്ലാഹ്. മജ്ലിസുകളിൽ പങ്കെടുക്കാൻ, ദിക്റുകൾ ചൊല്ലാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസുൽ ഈമാനിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മമാർ, സഹോദരന്മാർ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ആയിരം മുറാദുകളുള്ളവരാണ്, ഹാസിലാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. മരിക്കുന്നത് വരെ ദിക്റുകൾ കൊണ്ട് നാവ് നനഞ്ഞവരായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ സ്വർഗ്ഗത്തിൽ നിന്റെ ലിഖാ നൽകണേ അല്ലാഹ്. നിന്നെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് അല്ല മതി, അല്ല മതി, അല്ല മതി. അല്ലാഹുവേ, നിന്നോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റി നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ആദ്യമായി നമ്മൾ ഹബീബായ മുത്തുനബിയുടെ പേരിൽ സൂറത്തുൽ ഫാത്തിഹയാണ് പാരായണം ചെയ്യുന്നത്. 3 ഫാത്തിഹ സൂറത്താണ് ഓതുന്നത്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ പാരായണം ചെയ്ത് അത് ഹബീബിലേക്ക് ഹദിയ ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. റൗള കാണാനുള്ള ഭാഗ്യം നൽകട്ടെ. മുത്തുനബിയെ സ്നേഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ സ്വീകരിക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ സവാബിനെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കാവലാളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് മദീന കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ് റൗള കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ് ഹബീബായ മുത്തുനബിയുടെ ചാരത്ത് ചെന്ന് കണ്ണുകൾ നിറച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ് അല്ലാഹുവേ റൗള കാണാൻ മദീന കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ് അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹ് കടങ്ങൾ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് ഹബീബായ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും സാമ്പത്തിക ബാധ്യതകളും വീട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ് കുടുംബജീവിതം ഖൈറിലാക്കണേ അല്ലാഹ് അസുഖങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ് രണ്ടു ലോകത്തും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ് പ്രിയമുള്ളവരെ ഇനി നമ്മൾ പാരായണം ചെയ്യുന്നതിന് നമ്മൾ ചൊല്ലുന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അത്ഭുതങ്ങൾ നിറഞ്ഞ അതിമഹത്തായ ഒരു ദിക്റാണ്. നമ്മൾ എല്ലാ മജ്ലിസിലും ചൊല്ലാറുള്ളതാണ്. അത്രയും പവിത്രതയുള്ളതാണ്. ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, 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 لا حول ولا قوة إلا بالله، 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 لا حول ولا قوة إلا بالله. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ ദിക്റിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാണ്, സഫലീകരിച്ചു തരണേ അല്ലാഹ്. ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നല്ലൊരു വാഹനം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, വാഹനങ്ങൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ഞങ്ങളുടെ ബിസിനസ്സുകളിലും അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. വരുമാനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധമായി ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. അസുഖങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ രോഗങ്ങളുള്ളവരുണ്ട്, വേദനകളുള്ളവരുണ്ട്, കൈവേദന, കാലുവേദന, തലവേദന, കഴുത്ത് വേദന, പിരടി വേദന, നെഞ്ചുവേദന, അറ്റാക്കുള്ളവര്, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് വേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് അല്ലാഹ്. ശിഫയാക്കണേ റബ്ബേ,
ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ജോലിയില്ലാത്തവർക്ക് അർഹമായ നല്ല ജോലി നൽകണേ അല്ലാ. ആഗ്രഹിക്കുന്ന ജോലി നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് ബുദ്ധി നൽകണേ അല്ലാ. അറിവ് നൽകണേ അല്ലാ. ഉന്നതിയിലെത്തിക്കണേ അല്ലാ. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. പറഞ്ഞതനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ദീനുള്ള മക്കളാക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്. ഏതൊരു കാര്യം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നതിന്റെ മുമ്പ് ഇസ്തിഗ്ഫാർ ചൊല്ലൽ വലിയ പുണ്യമുള്ളതാണെന്ന്, ദുആക്ക് ഉത്തരം കിട്ടാൻ കാരണമാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ജീവിതത്തിൽ പതിവാക്കിയിരുന്നതാണ് ഇസ്തിഗ്ഫാർ. അല്ലാഹു ഖബൂലാക്കി തരട്ടെ, അല്ലാഹു ഖബൂലാക്കി തരട്ടെ, അല്ലാഹു ഖബൂലാക്കി തരട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ العظيم أستغفر الله 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 العظيم. സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലി ഇസ്തിഗ്ഫാറിന്റെ പ്രതിഫലം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളിലേക്ക് എത്തിക്കണേ അല്ലാ. സഹോദരങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. ഭർത്താക്കന്മാർ മരണപ്പെട്ടവരുണ്ട്, ഭാര്യമാർ മരണപ്പെട്ടവരുണ്ട്, സഹോദരങ്ങൾ മരിച്ചവര്, മക്കൾ മരണപ്പെട്ടവര്, പ്രിയപ്പെട്ടവർ മരണപ്പെട്ടവര്, അങ്ങനെ ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാ. അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവരുണ്ട്, സ്വർണം പണയം വെച്ചവരുണ്ട്, അയൽവാസികളിൽ നിന്ന് വാങ്ങിയവരുണ്ട്, കുടുംബങ്ങളിൽ നിന്ന് വാങ്ങിയവരുണ്ട്. റഹ്മാനെ, ഉറങ്ങാൻ കഴിയുന്നില്ല, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, ആവശ്യത്തിന് വരുമാനമില്ല, നിന്റെ സഹായം കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് കടം വീട്ടാൻ കഴിയില്ല അല്ലാ. സഹായിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പറഞ്ഞതനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ദീനുള്ള നിസ്കരിക്കുന്ന ഖുർആൻ ഓതുന്ന മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, നാലാളറിയുന്ന ലോക പ്രശസ്തി നേടുന്ന ആളുകളിൽ ഞങ്ങളെ പ്രിയപ്പെട്ട മക്കളെയും ഉൾപ്പെടുത്തണേ അല്ലാ. മക്കൾ കാരണം അഭിമാനിക്കാനുള്ള വക ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുത്ത ധാരാളം ആളുകൾ കടങ്ങളുള്ളവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. എല്ലാം അറിയുന്ന റബ്ബേ, എല്ലാം അറിയുന്ന നാഥാ, എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നൽകണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള ഒരു വഴി കാണിച്ചു തരണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പറഞ്ഞതനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. തൗബ ചെയ്ത് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നല്ല സമയത്ത് റാഹത്തോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ വീടില്ലാത്തവരുണ്ട്, നല്ല വീട് നൽകണേ അല്ലാ. താമസിക്കാൻ
താമസിക്കാൻ റാഹത്തുള്ള ഒരു കുടുംബം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒരു വീട് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, പെട്ടെന്ന് പൂർത്തിയാകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണേ അല്ലാ. ആയിരങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസാണ് അല്ലാ. എല്ലാവരുടെയും ആമീന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ പാരായണം ചെയ്യുന്നത് മനസമാധാനം ലഭിക്കാൻ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ച ഒരു മനോഹരമായിട്ടുള്ള മന്ത്രമാണ്, ഒരു ആയത്താണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ലോകത്ത് എന്തുണ്ടായിട്ടും കാര്യമില്ല, മനസമാധാനമില്ലെങ്കിൽ. മനസമാധാനമാണ് നമുക്ക് വേണ്ടത്, മാനസികമായ ഒരു സന്തോഷമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു കബൂലാക്കട്ടെ, നമ്മുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ, നമ്മുടെ സ്വപ്നങ്ങൾ അള്ളാഹു സാക്ഷാത്കരിക്കട്ടെ, നമ്മുടെ മജ്ലിസിനെ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ, ആയിരങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസാക്കി തരട്ടെ. പ്രിയമുള്ളവരെ, ആ ആയത്താണ് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, 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 سلام قولا من رب الرحيم، 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 سلام قولا من رب الرحيم. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. ധാരാളം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരാണ്, നിറവേറ്റി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളവരുണ്ട്. റഹ്മാനേ, ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് മനസമാധാനം നൽകണേ അല്ലാ. ജീവിതത്തിൽ വിജയം നൽകണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഖബറിൽ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, ഞങ്ങളെ ധാരാളം സ്നേഹിച്ചിരുന്നവരുണ്ട് അല്ലാ. അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് സ്വലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. ദിവസമില്ലാതെ, സമയമില്ലാതെ, ഒഴിവില്ലാതെ ഒരു മനുഷ്യൻ സ്വലാത്ത് പതിവാക്കി കഴിഞ്ഞാൽ നാളെ അവൻ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിലാണ്. മാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനുള്ള ഒരു മനോഹരമായ മാർഗം സ്വലാത്ത് ചൊല്ലുക എന്ന് തന്നെയാണ്. സ്വലാത്തിന്റെ അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അഭേദ്യമായ ബന്ധം ഇങ്ങനെ ഓരോ ദിവസവും സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഖബറിലും വേർപിരിയാതെ, പാരത്രീക ലോകത്തും വേർപിരിയാതെ റസൂലുള്ളാഹിന്റെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹുവേ, സ്വലാത്ത് പതിവാക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ സവാബിനെ ഹബീബായ മുത്തുനബിയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റൗള കാണാൻ, മദീന കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ലിവാഉൽ ഹംദിന്റെ പുറകെ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗപ്രവേശനം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മദീന കാണാൻ, റൗള കാണാൻ, മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഹബീബിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മദീന കൺകുളിർക്കെ കാണാൻ, കണ്ണി നിറഞ്ഞുകൊണ്ട് ഹബീബിനെ ഒന്ന് മനസ്സിൽ ഓർക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, കൊടുത്തു വീട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. മക്കളെ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ അനുസരിക്കുന്ന, ഖുർആൻ ഓതുന്ന, നിസ്കരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദുനിയാവിന്റെ പളപളപ്പിൽ മയങ്ങി ജീവിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നായി കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ എല്ലാ പ്രതിഘട്ടങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കുന്ന അത്ഭുതം നിറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ഇത് പതിവാക്കിയവൻ അള്ളാഹു ഒരിക്കലും പരീക്ഷിക്കുകയില്ല. എത്ര വലിയ അഗാധതയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരിക്കലും തിരിച്ചു വരുമെന്ന് തോന്നാത്ത രൂപത്തിലാണ് നമ്മുടെ ജീവിതം പോകുന്നതെങ്കിലും ഈ ആയത്ത് നിങ്ങളെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും. ഈ ആയത്ത് വലിയ കടക്കണിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് നല്ല ഒരു മാർഗം കാണിച്ചു തരും. അള്ളാഹുവേ തൗഫീഖ് നൽകണേ അള്ളാഹ്. ഞങ്ങളെ ചൊല്ലാനിരിക്കുന്ന ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് മുറാദുകൾ ഹാസിലാക്കി തരണേ അള്ളാഹ്. ഒരുപാട് കുടുക്കിൽപ്പെട്ടു പോയിരിക്കുകയാണ് റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് നല്ല റാഹത്തുള്ള മരണം നൽകണേ അല്ലാഹ്. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. സ്വപ്നങ്ങൾ നിറവേറ്റി തരണേ അല്ലാഹ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. നല്ല കമ്പനികളിൽ അവർക്ക് ജോലി നൽകണേ അല്ലാഹ്. റാഹത്തുള്ള ആരോഗ്യം നിലനിർത്താൻ കഴിയുന്ന നല്ല ജോലി നൽകണേ അല്ലാഹ്. മടങ്ങി വന്ന് കുടുംബത്തിനിടയിൽ ധാരാളം വർഷങ്ങൾ ജീവിക്കാൻ അവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് കടങ്ങളുള്ളവരാണ്, കൊടുത്തു വിട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ ഊട്ടി ഉറപ്പിക്കണേ അല്ലാഹ്. 5 വക്ത് നിസ്കരിക്കാൻ
ചിന്തിക്കുന്ന, നിനക്ക് വഴിപ്പെടുന്ന ആരാധനകൾ ചെയ്യുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹറാമിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത അങ്ങിങ്ങായിട്ടുള്ള വേദനകൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ടവർ, റഹ്മാനേ ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള ആയത്താണ്, ദിക്റാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇബ്രാഹിം നബി അള്ളാഹു ഈ ആയത്ത് കൊണ്ട് രക്ഷപ്പെടുത്തിയതെങ്കിൽ, ഇബ്രാഹിം നബിക്ക് അള്ളാഹു സർവ്വതും നൽകിയെങ്കിൽ അള്ളാഹു നമുക്ക് നൽകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു മഹാനായ ഇബ്രാഹിം നബിയുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്, മക്കളെ നന്നാക്കണേ അല്ലാഹ്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്, മദീന കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, മനസ്സ് നൽകണേ അല്ലാഹ്, മുഖത്തിന്റെ പ്രകാശം നൽകണേ അല്ലാഹ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, حسبنا الله ونعم الوكيل، 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 حسبنا الله ونعم الوكيل. സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായി ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. കടങ്ങൾ വീട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് കടങ്ങളുണ്ട്, ലക്ഷങ്ങളുടെ കടങ്ങൾ, ലോൺ എടുത്തവർ, കോടികളുടെ കടങ്ങൾ, സ്വർണം പണയം വെച്ചവർ, റഹ്മാനേ ഒരുപാട് ഞങ്ങൾ വീട്ടാൻ ശ്രമിച്ചു സാധിക്കുന്നില്ല അല്ലാഹ്. നിന്റെ സഹായം കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല അല്ലാഹ്. ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കാക്കണേ അല്ലാഹ്. സമ്പത്ത് നൽകണേ അല്ലാഹ്, സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ, കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായി മുഹറം മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അഫ്ളൽ ദിക്റാണ്, ദിക്റുകളുടെ നായകൻ, ദിക്റുകളുടെ രാജാവ്, ഖബറിൽ രക്ഷപ്പെടുത്തുന്ന, മരണസമയത്ത് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന, നാളെ സ്വർഗത്തിലെ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 لا إله إلا الله، 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 لا إله إلا الله. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, റഹ്മാനേ എല്ലാവർക്കും നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. രോഗങ്ങളുള്ളവരുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, മറ്റു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്, റഹ്മാനേ കടങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്, കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. ഞങ്ങൾക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടത് മനസമാധാനമാണ് അല്ലാ. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായിട്ടുള്ള ദിക്റാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ഏത് സമയത്തും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ഈ ദിക്ർ ചൊല്ലുന്ന ആളുകളിൽ, അത് പതിവാക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ഈ ഹംദിനെ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാ. വിനയമുള്ളവരാക്കണേ അല്ലാ, നന്ദിയുള്ളവരാക്കണേ അല്ലാ. അഹങ്കാരികളാക്കല്ല അല്ലാ, അഹങ്കാരികളാക്കല്ല അല്ലാ, അഹങ്കാരികളാക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. മാനസിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ശാരീരിക പ്രശ്നങ്ങളുള്ളവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, സിഹറുള്ളവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിന്റെ മുമ്പിൽ പറയാനുണ്ട് റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സറിയുന്ന നാഥാ, ഞങ്ങളെ പ്രശ്നങ്ങൾ അറിയുന്ന നാഥാ, എല്ലാം നീ കണ്ടറിഞ്ഞു ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾക്ക് കടങ്ങളുള്ളവരുണ്ട്, കൊടുത്തു വീട്ടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പരീക്ഷിക്കല്ല അല്ലാ, പരീക്ഷിക്കല്ല അല്ലാ, പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയുന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നാമമാണ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. നിന്നെ സ്നേഹിക്കുന്ന മഹത്തായ അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് ഒന്നിനും കഴിയില്ല, നിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. നിന്റെ സഹായമില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകും അല്ലാ. യാ റഹ്മാനു യാ അല്ലാ, യാ റഹ്മാനു يا الله يا رحمن 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 يا الله. അല്ലാഹുവേ നിന്റെ കരുണ ഞങ്ങളിൽ ചൊരിയണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ജീവിക്കുന്നവരാണ്, കടങ്ങളുള്ളവരുണ്ട്, കൊടുത്തു വീട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രവാസികൾക്ക് ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ബറക്കത്ത് നൽകണേ അല്ലാ. 5 വഖ്ത് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അല്ലാ, മനസ്സ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. ഞങ്ങളുടെ സമ്പത്ത് നിലനിർത്തി തരണേ അല്ലാ. ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ മുഹറമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. പ്രത്യേകമായ അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകൾക്ക്, വിഭാഗങ്ങൾക്ക് മാത്രം അനുഗ്രഹം ചെയ്യുന്നവൻ.
കോടാനകോടി രോഗികളിൽ നിന്ന് എന്റെ രോഗം അല്ലാഹു തിരഞ്ഞെടുത്ത് ഭേദമാക്കി തന്നു. കോടിക്കണക്കിന് കടങ്ങളുള്ളവരിൽ നിന്ന് അല്ലാഹു എന്റെ കടം വീട്ടാനുള്ള ഒരു മാർഗം എനിക്ക് കാണിച്ചു തന്നു. അല്ലാഹു മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത ഒരുപാട് സൗഭാഗ്യങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, അങ്ങനെ ഞങ്ങൾക്ക് മാത്രം സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ തിരഞ്ഞെടുക്കുന്ന പ്രത്യേക അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഖബൂലാക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. يا رحيم يا الله 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 يا رحيم يا الله. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതിനെ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. ഈ ദിക്റിന്റെ പ്രതിഫലം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരിലേക്ക് എത്തിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അസുഖങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്, കടങ്ങൾ കൊടുത്തു വിട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്, മക്കളെ നന്നാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റി തരണേ അല്ലാഹ്, ദാമ്പത്യ ജീവിതങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഭർത്താവിന് ഭാര്യയോടും ഭാര്യക്ക് ഭർത്താവിനോടും സ്നേഹം നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ സ്നേഹം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വളർച്ച നൽകണേ അല്ലാഹ്, പരാജയപ്പെടുത്തല്ല അല്ലാഹ്. റഹ്മാനേ, നീ വലിയ കാരുണ്യവാനാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ കാരുണ്യ കവാടം ഞങ്ങളിലേക്ക് തുറന്നു നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതിമഹത്തായ മറ്റൊരു നാമമാണ്. എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന ഒരു മനോഹരമായ കോടതിയാണ് റബ്ബിന്റെ കോടതി. എത്ര വലിയ പാപങ്ങളാണെങ്കിലും അല്ലാഹു മാപ്പ് നൽകാൻ മനസ്സുള്ളവനാണ്. റഹ്മാനേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. പാപികളായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. റഹ്മാനേ, കാവല് നൽകണേ അല്ലാഹ്. യാ ഗഫൂറു യാ അല്ലാഹ് 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 യാ ഗഫൂറു യാ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. സകല പാപങ്ങളും പുറത്തു കൊടുക്കുന്ന റഹ്മാനേ, നിന്റെ കാരുണ്യത്തിന്റെ ഔദാര്യം ഞങ്ങളിലേക്ക് തുറന്നു നൽകണേ അല്ലാഹ്. കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്, മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്, വീട് നൽകണേ അല്ലാഹ്. വീട് പണി നടക്കാനുള്ള അത് പകുതിയാക്കിയിട്ടുണ്ട്, അത് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം ഉന്നതിയിലെത്തിക്കണേ അല്ലാഹ്. പറഞ്ഞതനുസരിക്കുന്ന ദീനുള്ള അറിവുള്ള മക്കളാക്കണേ അല്ലാഹ്. തമ്മാടികളാക്കല്ല അല്ലാഹ്, ലഹരിക്ക് അടിമപ്പെടുത്തല്ല അല്ലാഹ്. വിജയികളിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് ദുനിയാവിലും മാത്രം പോരെ നിന്റെ കാരുണ്യം. നാളെ പാരത്രീക ലോകത്ത് മഹ്ശറയിൽ വെച്ച് ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. മീസാനിൽ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നരകത്തിലേക്ക് പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നരകം വേണ്ട റബ്ബേ, ഞങ്ങൾക്ക് സ്വർഗം തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനേ. എല്ലാ ദിവസവും കൃത്യമായി പങ്കെടുക്കുന്നവരുണ്ട്, ലൈക്ക് ചെയ്യുന്നവരുണ്ട്, ഷെയർ ചെയ്യുന്നവരുണ്ട് റഹ്മാനേ. ഈ മജ്ലിസിൽ പങ്കെടുത്തതിന്റെ ഫലമായി നാളെ പാരത്രീക ലോകത്ത് വലിയ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനിയുള്ള പേര് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതിമഹത്തായ മറ്റൊരു നാമമാണ് യാ ലത്തീഫ് യാ അല്ലാഹ്. നമ്മളൊരു വലിയ പ്രതിസന്ധിയിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്. കടങ്ങൾ വീട്ടാൻ കഴിയാത്തൊരവസ്ഥയാണ്. നാളെ കടം തിരിച്ചു കൊടുക്കേണ്ട അവസരമാണ്, അല്ലെങ്കിൽ ഈ വർഷമാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു യാത്ര പോയിട്ട് നമ്മുടെ വാഹനം കംപ്ലൈന്റ് ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മളിങ്ങനെ കുടുങ്ങിപ്പോകുന്ന ഒരു അവസരം ഉണ്ടല്ലോ. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന
ആരോരും നമ്മളെ സഹായിക്കാനില്ലാത്ത സമയത്ത്, ആ സമയത്ത് യാ ലത്തീഫു യാ അല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ മാർഗം എളുപ്പമാക്കി തരും. കല്യാണമാണെങ്കിൽ നല്ല രൂപത്തിൽ നടത്താനുള്ള ഒരു തൗഫീഖ് നൽകും. വാഹനം കേടുവന്നതാണെങ്കിൽ ഒരു മെക്കാനിക്കിന് അത് എവിടേക്ക് എങ്ങനെയെങ്കിലും എത്താനുള്ള ഒരു മാർഗം അള്ളാഹു തുറന്നു തരും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു നമ്മെ സഹായിക്കും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ആ നാമമാണ് യാ ലത്തീഫ് യാ അല്ലാഹ്. യാ ലത്തീഫ് യാ അല്ലാഹ്, 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 യാ ലത്തീഫ് يا الله يا لطيف 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 يا الله. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് കുടുക്കിൽപ്പെട്ട് നിൽക്കുന്നവരാണ്, കടങ്ങളുള്ളവരാണ്, അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റിനെ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഖബൂൽ നൽകണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്, വിജയം നൽകണേ അല്ലാഹ്, മക്കളെ നന്നാക്കണേ അല്ലാഹ്, ഖബറിൽ വിജയിപ്പിക്കണേ അല്ലാഹ്, റാഹത്തുള്ള മരണം നൽകണേ അല്ലാഹ്, നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, അസുഖങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, ഖബറിൽ വിജയിപ്പിക്കണേ അല്ലാഹ്, മീസാനിൽ വിജയിപ്പിക്കണേ അല്ലാഹ്, സിറാത്തുൽ മുസ്തഖീമിൽ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് നരകമോചനം അല്ലാഹു നൽകുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു ആയത്താണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. اللهم أجرني من النار 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 اللهم أجرني من النار. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. നരകത്തിലേക്ക് പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് കാക്കണേ അല്ലാഹ്, നരകത്തിൽ പെടുത്തല്ല അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറിടം സ്വർഗപ്പൂങ്കാവനമാക്കണേ അല്ലാഹ്, നരകത്തെ ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നരകം ഞങ്ങൾക്ക് കാണുകയേ വേണ്ട, അനുഭവിക്കുകയേ വേണ്ട, ഞങ്ങൾക്ക് സ്വർഗം മതിയല്ലോ, ഞങ്ങൾക്ക് സ്വർഗം മതിയല്ലോ. അല്ലാഹുവേ, ദുനിയാവിന്റെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ്, ദുനിയാവിലും ഞങ്ങൾക്ക് നരകം നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങൾ ഞങ്ങൾക്ക് നരകമാണ്, അസുഖങ്ങൾ ഞങ്ങൾക്ക് നരകമാണ്, മക്കള് തമ്മാടികളാകൽ ഞങ്ങൾക്ക് നരകമാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറല്ലാത്ത കാര്യങ്ങൾ വരൽ ഞങ്ങൾക്ക് നരകമാണ്. ദുനിയാവിൽ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, സമ്പത്ത് നൽകണേ അല്ലാഹ്, മനസമാധാനം നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ മുഹറമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് 33 തവണ പരിശുദ്ധ ഖുർആനിൽ കടം വീടാനുള്ള ഒരു മനോഹരമായിട്ടുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞ ലക്ഷങ്ങളുടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടിത്തരുന്ന ധാരാളം ആളുകൾക്ക് ഫലം ലഭിച്ച ഒരു ആയത്താണ് നമ്മൾ ചൊല്ലുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയാണ് ആ ആയത്ത്, ആ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒന്നും തിരിച്ചു കിട്ടുകയില്ല എന്ന് ഓർത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ, നീ
എന്ത് നൽകിയാലും നീ നൽകുന്നത് 1 രൂപയാണെങ്കിൽ പോലും അതിന് അത്യാവശ്യക്കാരനാണ് ഞാൻ അല്ലാ. ഒരു ചെറിയ പഴമാണ് നീ നൽകുന്നതെങ്കിലും അതിന് അത്യാവശ്യക്കാരനാണ് ഞാൻ അല്ലാ എന്ന് മൂസാ നബി അലൈഹിസ്സലാം ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ നിൽക്കുന്ന സമയത്ത്, ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന സമയത്ത് റബ്ബിന്റെ മുമ്പിൽ കൈമലർത്തിയപ്പോ അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിന് സർവ്വതും കൊടുത്തു, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിച്ചു. ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സമൃദ്ധമായ ഒരു കുടുംബ ജീവിതം, ഒരു ജോലി, എല്ലാം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തു. അതാണ് പരിശുദ്ധ ഖുർആനിലുള്ള മനോഹരമായിട്ടുള്ള ആയത്ത്. കടങ്ങളുള്ള ആളുകൾ എത്രയാണോ, എന്താണോ, എവിടെയാണോ കടമുള്ളത് അത് മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് 33 തവണ നമ്മുടെ ഈ ആയത്ത് പാരായണം ചെയ്യുക. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. رب إني لما أنزلت إلي من خير فقير 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 സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലി പരിശുദ്ധമായ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മൂസാ നബിയുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. കടക്കാരാക്കല്ല അല്ലാഹ്, കടക്കാരാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് മാനസിക പ്രയാസത്തിലാണ്. കടങ്ങൾ കൊടുത്തു വീട്ടാനുള്ള ഒരു വക ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. അത്രയും ശമ്പളമുള്ള വരുമാനമുള്ള ഒരു ജോലി ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. കടക്കാരായി ഞങ്ങളുടെ ജനാസ എടുക്കേണ്ട അവസ്ഥ നൽകല്ല അല്ലാഹ്. കടക്കാരനായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ദുർബല നിമിഷത്തിൽ എടുത്തു പോയതാണ്. ഞങ്ങൾ ഒരുപാട് സ്വർണങ്ങൾ പണയം വെച്ചവരുണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവരുണ്ട്, അറിയുന്നവരിൽ നിന്ന് സംഖ്യകൾ വാങ്ങിയവരുണ്ട്, വസ്തുക്കൾ വാങ്ങിയവരുണ്ട്. റഹ്മാനേ, അത് സമയം കഴിഞ്ഞിട്ടും കൊടുക്കാൻ കഴിയുന്നില്ല അല്ലാഹ്. അവർ വിചാരിക്കുന്നത് ഞങ്ങൾ അവരെ പറ്റിച്ചു എന്നാണ്, ഞങ്ങൾ അവരെ വഞ്ചിച്ചു എന്നാണ്. റഹ്മാനേ, ഞങ്ങളുടെ അവസ്ഥ നിനക്കറിയാലോ അല്ലാഹ്. ഒരാളെയും വഞ്ചിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, ഒരാളെയും പ്രയാസപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല അല്ലാഹ്. ഞങ്ങളുടെ വിധി കാരണം സംഭവിച്ചു പോയതാണ് അല്ലാഹ്. അല്ലാഹുവേ, ഇപ്പോഴും ഞങ്ങൾ ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കടങ്ങൾ തിരിച്ചു കൊടുക്കാനാണ് അല്ലാഹ്. എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ ഞങ്ങൾ അത് തിരിച്ചു കൊടുക്കുമായിരുന്നു അല്ലാഹ്. അല്ലാഹുവേ, കടക്കാരാക്കല്ല അല്ലാഹ്. എല്ലാ നിസ്കാരപ്പായയിലും ഇരുന്ന് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരാനാ. റഹ്മാനേ, കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഒരുപാട് ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്.
വരികയാണ്. റഹ്മാനേ, കടക്കാരായി മരിപ്പിക്കല്ല അല്ലാ. ഖബറിലും ഞങ്ങളെ പിന്തുടരുമല്ല അല്ലാ. പാരത്രീക ലോകത്തും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമല്ല അല്ലാ. അല്ലാഹുവേ, കടം എന്ന് പറയുന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ആത്മഹത്യ ചെയ്യുമെന്ന് തോന്നിപ്പോയവരുണ്ട്. അല്ലാഹുവേ, അത്തരമൊരവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല അല്ലാ. അല്ലാഹുവേ, സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ. സാമ്പത്തിക ശക്തി നൽകണേ അല്ലാ. ഒരാളുടെ മുമ്പിലും തല കുനിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളുടെ കടങ്ങളൊക്കെ വീട്ടി തരട്ടെ. കടങ്ങളില്ലാതെ റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം അല്ലാഹു നമുക്ക് നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസ് ആക്കണേ അല്ലാഹ്. കടം വീട്ടി തരുന്ന മജ്ലിസ് ആക്കണേ അല്ലാഹ്. ഈമാനുള്ളവരുടെ മജ്ലിസ് ആക്കണേ അല്ലാഹ്. മജ്ലിസുൽ ഈമാൻ, ഈമാനുള്ളവരുടെ മജ്ലിസ് ആക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ തൗബകൾ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നിസ്കാരങ്ങൾ, നോമ്പുകൾ, ദാനധർമ്മങ്ങൾ, മറ്റു സൽക്കർമ്മങ്ങൾ, എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പറഞ്ഞതനുസരിക്കുന്ന ദീനുള്ള സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാഹ്. മക്കൾ കാരണം അഭിമാനിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചാലും ഞങ്ങളെ ഖബറിങ്കിൽ വന്ന് ദുആ ഇരക്കുന്ന മക്കളെ നൽകണേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുത്തല്ല അല്ലാഹ്. നല്ല നിലയിൽ പഠിച്ചു വളർന്ന് വലുതായി ആഗ്രഹിക്കുന്ന ജോലികളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. നാട്ടുകാർക്കും ഞങ്ങൾ കുടുംബങ്ങൾക്കും അഭിമാനം നൽകുന്ന മക്കളെ നൽകണേ അല്ലാഹ്. മക്കളെ നൽകണേ അല്ലാഹ്. നീ നൽകിയ അമാനത്താണല്ലോ ഞങ്ങളുടെ മക്കൾ. റഹ്മാനേ, നിന്റെ സഹായം ഉണ്ടെങ്കിലേ അവരെ നല്ല നിലയിൽ വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയൂ. നീ സഹായിക്കണേ അല്ലാഹ്. സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട്. കാലുമുട്ട്, കൈമുട്ട് വേദന, തലവേദന, ഊരവേദന, പിരടി വേദന, വയറുവേദന, നെഞ്ചുവേദന, അറ്റാക്ക്, ക്യാൻസർ പോലെയുള്ള, എയ്ഡ്സ് പോലെയുള്ള, കരള് രോഗം, കിഡ്നി രോഗം പോലെയുള്ള, ഓപ്പറേഷൻ പറഞ്ഞവർ, അങ്ങനെ ചെറുതും വലുതുമായ ധാരാളം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ഒരാളെയും പ്രയാസപ്പെടുത്താതെ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഒരുമയും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളെ നാളെ സ്വർഗ്ഗത്തിലും ഇണകളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, ഭാര്യമാർ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, നാട്ടുകാർ, ഞങ്ങളെ സ്നേഹിച്ചിരുന്നവർ, ഞങ്ങളെ സഹായിച്ചിരുന്നവർക്ക് ഖബറിലാണ് അല്ലാഹ്. അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഖബറുകൾ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാഹ്, റബ്ബേ, റഹ്മാനേ, റഹീമേ, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. വീട് പണി നടക്കുന്നവരുണ്ട്, വീട് നൽകണേ അല്ലാഹ്. പണി പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. വീടെന്ന ആഗ്രഹമുണ്ട്, വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട്. റഹ്മാനേ, എത്രയും പെട്ടെന്ന് നല്ല ഒരു സ്വന്തമായ ഒരു വീട് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾക്ക് നല്ല വീടുകളൊക്കെ പണിയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. റഹ്മാനേ, നിന്റെ സഹായം കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് കഴിയില്ല അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളെ സഹോദരങ്ങളുണ്ട്, പ്രവാസികളുണ്ട്, കാവല് നൽകണേ അല്ലാ, അവർക്ക് സംരക്ഷണം നൽകണേ അല്ലാ, അവരുടെ ജോലിയിലും ആരോഗ്യത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ, ജനാസ രൂപത്തിൽ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ നൽകല്ല അല്ലാ. നാടിനും മക്കൾക്കും കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ടതിന് പകരം നാളെ സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ഹബീബായ മുത്തുനബിയുടെ ബറക്കത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. അവിടുത്തെ ചാരത്ത് ചെന്ന് സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മദീന കൺകുളിർക്ക് കാണാൻ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഹജ്ജ് ചെയ്യാതെ മരിപ്പിക്കല്ല അല്ലാ, ഉംറ ചെയ്യാതെ മരിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ്, മാനസിക ബുദ്ധിമുട്ടുള്ളവരാണ്. നീ എല്ലാ പ്രശ്നങ്ങളും അറിയുന്നവരാണല്ലോ അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. അസുഖങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാ. പരിശുദ്ധമായ മുഹറമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.